ഈശോമിശിഹായ്ക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുറച്ച് സമയം നമ്മൾ സംസാരിക്കുക 80-ാം സങ്കീർത്തനത്തിലെയും 58-ാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിലെ ഏതാനും വചനഭാഗങ്ങളെ ആധാരമാക്കി ദൈവകരുണയുടെ ഡയറിയിൽ നിന്നുള്ള ഏതാനും പാരഗ്രാഫുകളും വായിച്ചുകൊണ്ടാണ്. 80-ാമത്തെ സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് വിളിക്കുന്നത്? ഇസ്രായേൽ ജനം തങ്ങളുടെ തകർച്ചയിൽ അവരുടെ സങ്കീർത്തനം, അവരുടെ പ്രാർത്ഥനകളാണ്. ഒരു ഇസ്രായേൽ ജനത്തിന്റെ, നമുക്കറിയാം, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ക്രമീകരിച്ചിരിക്കുന്നത്, രചിച്ചിരിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ ഗാനങ്ങളും, അതുപോലെ നമ്മളുടെ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ കുർബാനയിലെ സ്വർഗസ്ഥനായ പിതാവ് കഴിഞ്ഞാൽ, ആദ്യത്തെ ശ്രോസ കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് പ്രാർത്ഥനകളെല്ലാം രചിച്ചിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പ്രത്യേകമായിട്ട് ഭാഗമായിട്ട് സങ്കീർത്തനങ്ങൾ ചേർത്തുകൊണ്ടാണ്. അപ്പൊ ഈ സങ്കീർത്തനങ്ങളിൽ പ്രചരിക്കുകയാണ്: ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങേ തന്നെ വെളിപ്പെടുത്തണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിലെ ഒരു പ്രധാന പ്രാർത്ഥനയാണിത്. അതായത് ഇന്ന് ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിയപ്പോൾ കർത്താവ് ഇങ്ങനെ ഒരു പ്രേരണ നൽകി. ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്: ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ്? ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ തകർന്നു പോയ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ പുനരുദ്ധരിക്കണം. ഇതെന്ന് ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് നൽകിയ ഒരു സന്ദേശമാണ്, ഒരു വചനമാണ്. കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണം. അപ്പൊ ഇന്നത്തെ പ്രാർത്ഥനയും നമുക്ക് ഈ ഒരാഴ്ചയിലെയൊക്കെ വലിയൊരു യാചനയായി മാറേണ്ടതാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ, സങ്കീർത്തനം ഒരു പ്രാർത്ഥനയാണെങ്കിൽ ഈ സങ്കീർത്തനത്തിലെ വചനങ്ങൾ ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവെ, ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണം. എങ്ങനെയാണ്? ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണം. ഇപ്പൊ 80-ാം സങ്കീർത്തനം ഈ 3-ാമത്തെ വചനം നമ്മളിത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ധാരാളം സമയം അധിക ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട്, എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ, ജനത്തിന്റെ ഈ നിലവിളിയാണ് കർത്താവ്. അത് ഈജിപ്തിലെ അടിമത്തത്തിലായിരുന്നപ്പോൾ തന്നെയാണ്: കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണം. ഇപ്പൊ രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തി, അതാണ് ആ വ്യക്തിയും പ്രാർത്ഥിക്കുന്നത്: കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്തൊരു കുഞ്ഞ് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുടുംബം അങ്ങ് ദൂരെ നിന്ന്, എഴുകുമയിൽ നിന്ന്, അവരിതാണ് വന്നത്: പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അടുത്ത ആഴ്ച പരീക്ഷ. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിരിക്കുക. കാരണം അവർക്ക് ആകെ തകർന്നിരിക്കുകയാണ്. അപ്പൊ പങ്കുവച്ച് പറയാണ്: ഞാനൊരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയി, മോഡലിന് കെമിസ്ട്രി പരീക്ഷയ്ക്ക് ഞാൻ തോറ്റുപോയി. അതുകൊണ്ട് എനിക്ക് പേടിയായി. ഇനി എന്റെ പരീക്ഷ തന്നെ, +2 തന്നെ തോക്കുമോ എന്ന് എനിക്ക് ഭയമായി മാറി. ഇവിടെ അവർക്കൊരു ധൈര്യം എന്ന് പറഞ്ഞത് കർത്താവ് മാത്രമാണ്. ഇവിടെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ കൊച്ചാണ് +2 വന്നപ്പം കെമിസ്ട്രി പരീക്ഷയ്ക്ക് തോറ്റുപോയി, അതായത് മോഡൽ പരീക്ഷയ്ക്ക്. ഇനി അടുത്ത നിരാശയിലും ഭയങ്കരമായ വേദനയിലുമാണ് ആ കുടുംബം ഇവിടെ കാണാൻ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കെല്ലാം ഇവിടെ അതുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു സന്ദേശമാണ്. കാരണം കർത്താവ് ആരെയും നശിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കില്ല. എന്നിട്ട് പറയാണ്, ഈ പ്രാർത്ഥനയാണ്: ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എങ്ങനെയാണ്? അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. ഒരാളുടെ പ്രാർത്ഥനയാണ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം 80-ാം അധ്യായം 3-ാമത്തെ വചനം നമുക്ക് നൽകുന്നത്. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. ഞങ്ങളാകെ നിരാശയിലാണ്, തകർച്ചയിലാണ്, ഞങ്ങളാകെ പെട്ടുപോയിരിക്കുക, ഞങ്ങളാകെ ഒരു ഗതികേടിന്റെ അവസ്ഥയിലാണ്, ഇനി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ. അതെന്തുമാകാം, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു കുടുംബത്തെ സംബന്ധിച്ച് അതെന്തുമാകാം. നാണക്കേടായിരിക്കാം, അപമാനമായിരിക്കാം, അല്ലെങ്കിൽ രോഗപീഠകളായിരിക്കാം, കടബാധ്യതയായിരിക്കാം, ജോലി കിട്ടാത്തതായിരിക്കാം, മക്കൾ ഉണ്ടാകാത്തതായിരിക്കാം, വിവാഹം നടക്കാത്തതായിരിക്കാം, വീട് പറ്റാത്തതായിരിക്കാം. അങ്ങനെ ദൈവം പുനരുദ്ധരിക്കേണ്ട ഒരുപാട് മേഖലകൾ ഓരോ കുടുംബത്തിലും വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതൊരു ഒറ്റ പ്രാർത്ഥനയാണ്: ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണം. ഇത് ഇന്നത്തെ ആരാധനയിലും നമ്മൾ വെക്കുന്നതാണ്. ഈ പ്രാർത്ഥനാ നിയോഗങ്ങളിലൊക്കെ ഒരുപാട് പേര് ഈ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന എന്തിനാണ്? നന്ദി പറയാനും, ദൈവത്തെ ആരാധിക്കാനും, തമ്പുരാന്റെ മുമ്പിലിരിക്കാനും, ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കാനും വരുന്നുണ്ട്. അതുപോലെ തന്നെ തമ്പുരാന്റെ മുമ്പിൽ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഇതെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ട്. ഞങ്ങള് കാരക്കുന്നം ഇടവയിൽ ധ്യാനം നടത്തുകയായിരുന്നു ഇന്നലെ രാത്രി വരെ.
തോമസ് ബ്രദർ ഉണ്ടായിരുന്നു, നമ്മുടെ പാട്ടുകാരൻ എബിൻ ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, നമ്മുടെ കൗൺസിലേഴ്സും ഒക്കെ വന്നു. അപ്പോൾ അവർ പറയാണ്, നേരം വെളുക്കം മുതൽ ആൾക്കാർ വന്ന് കാണാനായിട്ട്. എന്നിട്ട് ശുശ്രൂഷ തീർന്നു അവസാനം പോരാൻ നേരത്തും ഒരുപാട് പേര് പല കാര്യങ്ങൾക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ അവരെല്ലാം വരുന്നതാണ്, ഒരു അച്ഛനെയോ അല്ലെങ്കിൽ ധ്യാനിപ്പിക്കുന്നവരെയോ കൗൺസിലേഴ്സിനെ കാണാൻ വരുന്നതാണ്. ബ്രദറെ അല്ലെങ്കിൽ അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകളുണ്ട്. അതിപ്പോൾ അത് ഇടുക്കിയിലാണെങ്കിലും കാരക്കുന്ന് മൂവാറ്റുപുഴയാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ടൗൺ പ്രദേശത്ത് താമസിക്കുന്ന ജോലിക്കാരാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ളവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പല ബാങ്ക് മാനേജർമാര് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതമായ രീതിയിലുള്ളൊരു വലിയ ബിസിനസ്സുകാര്. അപ്പൊ അതിൽ അമ്മച്ചി വന്നിട്ട് പറയണം, അച്ഛാ എൻ്റെ മകൻ അതിനാണ് ക്യാൻസർ ബാധിച്ചു മരിച്ചു. ഭയങ്കര സങ്കടം തോന്നി. 2 കൊച്ചു കുട്ടികൾ ഇവിടെ നിൽക്കുവാണ്. ആ കൊച്ചു കുട്ടികളിൽ എന്നിട്ട് ആ കൊച്ചു കുട്ടികൾ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മരിച്ചു വെച്ചാൽ ക്യാൻസർ ബാധിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അവളെ ഇങ്ങോട്ട് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ഇനി അതെല്ലാം അവനെ ചികിത്സിച്ച് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സാമ്പത്തികമായിട്ട് ഉണ്ടായിരുന്ന വെച്ചാൽ എല്ലാ സമ്പത്തും തീർന്നപ്പം അവനും മരിച്ചു വെച്ചു. ഇനി ഞങ്ങൾ അപ്പോൾ ഈ പറയാണ്, വലിയ ഉന്നതമായ ഭയങ്കര സമ്പത്തുണ്ടായിരുന്നൊരു വീടാണ്. അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു. അവർ പറയാണ്, ഇനി ഇവള് തയ്യൽ പഠിച്ചിട്ട് തയ്യൽ ജോലി ചെയ്യാൻ പോവച്ച. അവൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ കൊച്ചിന് ഈ ജോലിയൊന്നും അറിയത്തില്ല. പക്ഷെ അവൾക്ക് വേറൊരു തൊഴിൽ അറിയത്തില്ല. അവൾ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ചയച്ചു. കഴിഞ്ഞ് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഇതായിരുന്നു, കുടുംബജീവിതമായിരുന്നു. ആ കുഞ്ഞുങ്ങൾ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു സാങ്കേതികതയോടെ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരൊക്കെ പലപ്പോഴും മനുഷ്യന്റെ വേദനകൾ കേൾക്കുമ്പോഴല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരും. പക്ഷെ അവിടെ ഒരു പ്രത്യാശ കൊടുക്കണം അല്ലേ. അവരെയും ദൈവം അല്ലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും. അപ്പൊ അത് എൻ്റെ ഒരു വചനമാണ്. അപ്പൊ ഞാൻ ഈ പെണ്ണോട് അപ്പൊ അവർ പറയണം, അച്ഛാ ഇവിടെ തയ്യലൊക്കെ നന്നായിട്ട് പഠിച്ച് വീട്ടിലിരുന്ന് ആദ്യം തുടങ്ങാൻ തുടങ്ങാം, ഒരു കടയൊന്നും തുടങ്ങാൻ പറ്റില്ല. കാരണം അവനെ ചികിത്സിച്ച് ഇവളുടെ എല്ലാ സമ്പത്തും സ്വർണവും എല്ലാം പോയി. പ്രിയപ്പെട്ടവരെ, അവിടെയും ഒരു പ്രതീക്ഷ അവർക്ക് കൊടുക്കണം, അവർക്കൊരു ധൈര്യം കൊടുക്കണം. അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് അവരോട് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ നമ്മൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മളവിടെ താഴ്ന്നു പോയിട്ട് കാര്യമില്ല. അവിടെ ദൈവത്തിന്റെ വചനമുണ്ട്. അതായത് ഒരാൾ പോലും നശിച്ചു പോകാൻ, അതായത് ഈ പ്രത്യാശ മുഴുവൻ, ഈ ശരണം മുഴുവൻ ദൈവത്തിലേക്ക് ഒരു ആത്മാവ് അർപ്പിച്ചു കഴിയുമ്പോൾ അപ്പോൾ എന്താണ്, ഈ ആത്മാവിന് വലിയ കൃപ അവിടെ ദൈവം കൊടുക്കും. ഹല്ലേലൂയ. അതാണ് ദൈവ കരുണയുടെ ഡയറിയിൽ അങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്. അതായത് ഒരു ആത്മാവ് തന്റെ ശരണം മുഴുവൻ, അതായത് 367 ഖണ്ഡികയിൽ പറയാണ്, ജനങ്ങൾ പതിവായി പ്രാർത്ഥിക്കാൻ എന്നെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ നൽകാൻ കർത്താവ് തയ്യാറാണെങ്കിലും അവ സ്വീകരിക്കാൻ ആത്മാവ് പലപ്പോഴും വിമുഖരാണെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. എന്താണ്? അതായത് ജനങ്ങൾ പതിവായി പ്രാർത്ഥിക്കാൻ എന്നെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ നൽകാൻ കർത്താവ് തയ്യാറാണെങ്കിലും അവ സ്വീകരിക്കാൻ ആത്മാക്കൾ പലപ്പോഴും വിമുഖരാണെന്ന് ഈശോ വെളിപ്പെടുത്തി തന്നു. അപ്പൊ ഇതെന്താണ്? ഇത് ഈ ആഴ്ച ഇവിടെ വന്ന നിയോഗങ്ങളാണ്. ഹല്ലേലൂയ. ഈ ആഴ്ച ഇവിടെ വന്ന് ഇവിടെ ഈ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതിയിട്ട നിയോഗങ്ങളായിരുന്നു. ആളുകൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗങ്ങൾ എഴുതിയിട്ടേക്കുവാണ് അല്ലേ. കുഞ്ഞിന്റെ ഓപ്പറേഷൻ മാറിപ്പോകാൻ പ്രാർത്ഥിക്കണം. അതുപോലെ അടുത്ത നിയോഗം എഴുതിയാണ്, എൻ്റെ അമ്മ മാതാവ് എൻ്റെ മകന്റെ പരീക്ഷയിൽ ഒന്ന് സഹായിക്കണമേ. ആകെ നിരാശയിലാണ് അവൻ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങളിൽ വിശ്വാസവും എളിമയും നൽകണമേ. മറ്റൊരു നിയോഗമാണ്, അമ്മയെ കുരുക്കഴിക്കുന്ന മാതാവെ, എന്നെ നഷ്ടപ്പെട്ടു പോയ താലിയും മാലയും തിരിച്ചു കിട്ടും, ഭർത്താവിൻ്റെയും മക്കളുടെയും അമിതമായ ഭോണുപയോഗം മാറ്റി തരണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ പുതിയ ഓരോ പ്രശ്നങ്ങൾ. എൻ്റെ മാതാവ് എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയിലാണ്, അതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റി തരണമേ. ഞങ്ങൾക്ക് നല്ലൊരു ഭവനം നൽകി അനുഗ്രഹിക്കണേ. അതായത് പ്രത്യേകിച്ച് ഞങ്ങളുടെ കടബാധകൾ മാറ്റി തരണേ, കുഞ്ഞിന്റെ വയറുവേദന മാറ്റണമേ എന്ന് പറഞ്ഞ് ഒരുപാട് നിയോഗങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് സംസാരിക്കുകയാണ്. നിയോഗങ്ങൾ നൽകാൻ, അവരുടെ അനുഗ്രഹങ്ങൾ നൽകാൻ കർത്താവ് തയ്യാറാണെങ്കിലും അവ സ്വീകരിക്കാൻ ആത്മാക്കൾ പലപ്പോഴും വിമുഖരാണെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്താണ്? ആത്മാക്കളോട്, പ്രത്യേകിച്ചും തകർന്ന വ്യക്തികളോട് അളവറ്റ കരുണയാൽ എൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ദൈവത്തിന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. അതാണ് ഈ കരുണയുടെ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം. പക്ഷെ എന്താണ്? എന്നാൽ ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായി സക്രാരിയിൽ വാഴുന്നത്. എവിടെയാണ്?
അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധ കുർബാനയിലേക്ക് ഒരു ആത്മാവിനെ കൊണ്ടുപോകുന്ന ഈ പുനരുദ്ധരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. 34-ാം സങ്കീർത്തനത്തിൽ 5-ാമത്തെ വചനം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതായത് 34-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം എന്താണ് പറഞ്ഞത്? സർവ്വഭയങ്ങളിൽ നിന്നും അവിടുന്ന് തന്നെ മോചിച്ചു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാകില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരായില്ല. അപ്പൊ ഈ കർത്താവിന്റെ മുഖം ഇന്ന് കാണാൻ പറ്റുന്നത് പ്രിയപ്പെട്ടവർ ഇന്ന് ലോകത്തിൽ എവിടെയാണ്? നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈശോയുടെ പടത്തിൽ മാത്രമല്ലേ, ജീവിക്കുന്ന ദൈവം എഴുന്നള്ളിയിരിക്കുന്ന എവിടെയാണ്? പരിശുദ്ധ കുർബാനയില. അതായത് ഈശോ തന്നെ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, അതായത് ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണ്. ഇത്രയും നല്ല പിതാവ് അല്ലാതെ വേറെ ആരുമില്ല, ഞാൻ അല്ലാതെ മറ്റൊരു പിതാവില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്നും പിന്നെ നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയാണ്. ഇത് ഈ രക്തവും വെള്ളവും ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഒഴുകുന്നത് എവിടെയാ? ഇവിടെ നമ്മുടെയൊക്കെ അൾത്താരകളിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാന തന്നെയാണ്. ഈ നോമ്പ് കാലത്ത് ഒരു ആത്മാവ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കാൻ വേണ്ടി. പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും എന്ന് പറഞ്ഞാൽ കർത്താവിനെ നോക്കിയവർ ലജ്ജിതരാവുകയില്ലെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുഖം കണ്ട് ആരാധിക്കാൻ ഒരാൾക്ക് പറ്റുന്ന എവിടെയാ? പരിശുദ്ധ. എന്നിട്ട് ഈശോ തന്നെ പറയാണ്, അതായത് അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായി സഖറാരിയിൽ വാഴുന്നത്. ഞാൻ മലയാളിമാരുടെ ഇടയിൽ വിചാരിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ആളുകളോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുള്ളൂ, ഞാനോ കൊച്ചച്ഛനോ ആരെങ്കിലും അല്ലെങ്കിൽ ഇവിടുന്ന് ആശ്രമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് പള്ളിയിലോ അച്ഛന്മാരോ, നിങ്ങൾ ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ വാ. ഞങ്ങൾക്കൊന്നും നിങ്ങളെ ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ പരിശുദ്ധ, അതായത് എല്ലാ കഠിനമായ നീചപാപികളോട് പോലും ഞാൻ പറയുന്നൊരു കാര്യം എന്താണ്? ഞാൻ കരുണയുള്ള രാജാവായി സഖറാരിയിൽ വാഴുന്നു. എന്റെ മുഖം പ്രകാശിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ. എന്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന എവിടെയാ? ഈ പരിശുദ്ധ കുർബാനയിലാണ്. കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയത നമ്മൾ വളർത്തിയെടുത്തില്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്നറിയോ, നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യും. പക്ഷെ എന്നാൽ പുനരുദ്ധരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ ജനത്തെ അവർക്ക് വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം ബലി അർപ്പിക്കണം. എന്നിട്ട് നോക്കി എത്ര ടൈപ്പ് ബലിയാണ് നമ്മുടെ നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞത്. പാപപരിഹാര ബലി, അല്ലെങ്കിൽ ലേവ്യരുടെ പുസ്തകത്തില്, സംഖ്യയുടെ പുസ്തകത്തില്, മുഴുവൻ പുസ്തകങ്ങളിലും കർത്താവ് ഒരു ബലികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. സഖറാരി പഴയ നിയമത്തിന് അന്ന് ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ അവർക്ക് ആകെയുള്ളതാണ് ബലി അർപ്പിക്കാനുള്ള ഒരുപാട് ജോലി കാര്യങ്ങൾ കൊടുക്കുകയാണ്. അത് എങ്ങനെയുള്ള ബലി അർപ്പണം, ധൂപകലശങ്ങൾ എങ്ങനെയായിരിക്കണം, ബലി അർപ്പിക്കുമ്പോൾ പാപപരിഹാര ദിനം എങ്ങനെ ആചരിക്കണം, ലേവ്യരുടെ പുസ്തകത്തിൽ മുഴുവൻ കർത്താവ് ഒരുപാട് നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുകയും സാപത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അത് ആചരിക്കേണ്ടതിനെ കുറിച്ചും എല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ ലേവ്യരുടെ പുസ്തകം നിങ്ങൾ 1-ാമത്തെ അധ്യായം മുതൽ എടുക്കുവാണെങ്കിൽ കർത്താവ് പറയാണ്, അന്ന് അവർക്ക് എന്താണ് 1-ാമത്തെ അധ്യായം പറയുന്നത്? ദഹനബലി. 1-ാമത്തെ പറഞ്ഞാണ് കർത്താവ് മോശയെ വിളിച്ച് സമാപന കൂടാരത്തിൽ പറഞ്ഞു, ഇസ്രായേൽ ജനം, നിങ്ങൾ ആരെങ്കിലും കർത്താവിന് ബലി അർപ്പിക്കാൻ വരുമ്പോൾ കാലിക്കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്നോ ബലി മൃഗത്തെ കൊണ്ടുവരണം. ദഹന ബലിക്കുള്ള മൃഗം കാലിക്കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഈശോ പറയുകയാണ്, യാഹോവ പറയാണ്, ദൈവമായ കർത്താവ് പറയാണ്, നിങ്ങൾ ദഹന ബലി അർപ്പിക്കണം. അന്ന് ജനത്തിന് വേറൊന്നുമില്ല, അതായത് അവരുടെ തന്നെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ തന്നെ ബലിയായി തീർന്നപ്പോൾ പിന്നെ വേറല്ല, ഒരു ഗോതമ്പ് അപ്പവും വീഞ്ഞുമാണ് നമ്മൾ ബലി അർപ്പിക്കുന്നത്. ദഹന ബലി, അടുത്തത് ധാന്യ ബലി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ബലികൾ അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. സമാധാന ബലി, പാപപരിഹാര ബലി, അങ്ങനെ ഒരുപാട് ബലികളെ കുറിച്ച് കർത്താവ് പറയുകയാണ്. ഈ കരുണയുടെ പ്രായശ്ചിത്ത ബലി, നിരന്തര ദഹന ബലി, സമാധാനം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്ത പല ബലിയർപ്പണവും, അതെല്ലാം എപ്രകാരമുള്ള നിയോഗാർത്ഥം നടത്തണമെന്ന് ഈശോ തന്നെ ജനത്തെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പറയാണ്, കരുണയുടെ ഡയറിയിൽ പറയാണ്, ആത്മാക്കളിലേക്ക് എന്റെ കൃപകൾ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിലും അത് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയതയുടെ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിട്ടണം. ബലി അർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് പോയിട്ടോ നിരന്തരം കർത്താവിന്റെ മുഖം പ്രകാശിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ഞാൻ കുറ്റപ്പെടുത്തുമല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ വരണം. കരുണയുള്ള രാജാവായി ഞാൻ സഖറാരിയിൽ വാഴുന്നു. ഇപ്പൊ നമ്മള് ദാനിയേലച്ചന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒന്ന് മാതാവിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും, അവിടെ ജപമാല ചെല്ലും, അല്ലെങ്കിൽ നമ്മളവിടെ ഒരു മാല കെട്ടും, അല്ലെങ്കിൽ നമ്മളവിടെ പൂക്കൾ കൊണ്ട് വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. പക്ഷെ നമ്മളെന്താണ്, കർത്താവിനെ ആരാധിക്കുന്ന, കർത്താവിനെ ബലി അർപ്പിക്കുന്ന ബലിപീഠത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാറില്ല.
84 സങ്കേതത്തിൽ പറഞ്ഞ ഒരിക്കൽ പക്ഷി ഒരു കൂടും ഇവൽ പക്ഷി തന്റെ സങ്കേതവും ബലിപീഠത്തിന്റെ അരികിൽ കണ്ടെത്തിയല്ലോ. ആ ബലിപീഠത്തിന്റെ അരികിൽ നിന്ന് ഒഴുകുന്ന രക്തവും വെള്ളവും സ്വീകരിച്ച് കരുണയുടെ ഏറ്റവും നിറഞ്ഞൊഴുകുന്ന, എന്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന, അതാണ് കരുണയുടെ പ്രകാശം. 2 പ്രകാശരശ്മികൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ഈ പ്രകാശം ഇവിടേക്ക് വരാനാ ഈശോ ആവശ്യപ്പെടുന്നത്. എന്നിട്ട് പറയാണ്, ഇപ്രകാരം എന്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കും. ഇത്രയധികം നന്മയോടും സ്നേഹത്തിന്റെ തെളിവുകളോടും എത്രമാത്രം അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത്. പറഞ്ഞാൽ ഈ പരിശുദ്ധ സക്രാരിയോട്, പരിശുദ്ധ കുർബാനയോട്, കർത്താവിന്റെ മുഖം പ്രകാശിക്കുന്ന ഈ സ്ഥലത്തോട് എത്രയധികം അവഗണനയാണ് ആളുകൾ കാണിക്കുന്നത്. രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയിലേക്ക് വളരാൻ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഹല്ലേലൂയ. എളുപ്പമല്ല ഒരു കുടുംബ സമേതം കുർബാനയ്ക്ക് പോകാന്നുള്ളത്. അല്ലെ ഒരു വ്യക്തി പരിശുദ്ധ കുർബാന മുടങ്ങാതെ ആത്മീയ ജീവിതത്തിൽ വളരാൻ ശ്രമിക്കാന്നുള്ളത്. കർത്താവ് പുനരുദ്ധരിക്കുന്നത് ഒരു മേഖലയാണ്. കർത്താവ് അവിടുത്തെ നോക്കുന്നവരുടെ മുഖം പ്രകാശിക്കും എന്ന് പറഞ്ഞാൽ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. അതിന്റെ 18ാമത്തെ വാക്യം പറയാണ്, 16 മുതലുള്ള 17 മുതലുള്ള വചനമാണ്. എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലത്തുവശത്ത് നിർത്തിയിരിക്കുന്നതിന്റെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വലതുവശത്ത് നിർത്തിയിരിക്കുന്നതിന്റെ മേൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ശക്തനാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കരവും കർത്താവിന്റെ സംരക്ഷണവും കർത്താവിന്റെ കരുതലും എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, എവിടെയാണ്? കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ ഒരുക്കിയിരിക്കുന്ന വ്യക്തികളുടെ മേലാണ്. കർത്താവിനെ എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കുടുംബത്തെ പുനരുദ്ധരിക്കുന്ന എവിടെയാണെന്നറിയോ? ആ കുടുംബം കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. യാക്കോബ് 4:8 അല്ലെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം എന്നറിയോ? പരിശുദ്ധ കുർബാനയോട്, ദേവാലയത്തോട് നമുക്ക് ഉറപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒരു അഭയ സങ്കേതം. ഇതാണ് ഈശോ കരുണയുടെ ഡയറിയിൽ പറയുന്നത്. അതായത് എത്രമാത്രം അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിഹീനതകളുടെയും അവഗണനയുടെയും കയ്പുനീര് മാത്രമാണ് എന്റെ ഹൃദയം അനുഭവിക്കുന്നത്. അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്. എന്നാൽ എന്റെ കൃപകൾക്കായി എന്റെ ദിവ്യ സക്രാരിയുടെ അടുക്കൽ വരാൻ മാത്രം അവർക്ക് സമയമില്ല. നിങ്ങൾ വായിച്ചു നോക്കിയോ ഡയറി 367. അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്. ഇത് വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പ്രതീക്ഷപ്പെട്ട ദൈവകരുണയുടെ കർത്താവ് പറഞ്ഞൊരു വാക്കാണ്. അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്. റീൽസ് കാണാൻ, അല്ലെ, പാട്ട് കേൾക്കാൻ, യാത്ര പോകാൻ, വെറുതെ സംസാരിച്ചിരിക്കാൻ, അല്ലെ, ഭക്ഷണം ഉണ്ടാക്കാൻ, അല്ലെ, നല്ല വിരുന്നൊരുക്കാൻ അവർക്ക് സമയമുണ്ട്. പറമ്പി പണിയാനായിട്ട്, അല്ലെ, ഇന്ന് രാത്രിയിൽ മോട്ടർ അടിക്കാൻ, ഇപ്പൊ നമുക്ക് മഴ പെയ്തിട്ടുണ്ട്, അല്ലെ, ഇനി അതായത് നമുക്ക് പറയാണ് നമുക്ക് ഇനി കുറെ ദിവസത്തേക്ക് വെയിലായി, ഉണക്കായി. അപ്പൊ എന്താണ്, നമ്മൾ രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പറമ്പ് മുഴുവൻ 20 ഏക്കറോ 30 ഏക്കറോ 50 ഏക്കറോ നമ്മൾ നനയ്ക്കും. കാരണം എന്താ, നല്ല വിലയാണ് ഏലക്കായ്ക്ക് വരുന്നത്, അല്ലേ? പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഒരു കുറ്റപ്പെടുത്തുമല്ലത്. അതുകൊണ്ടാണ് കർത്താവ് പല കുടുംബങ്ങളെയും പുനരുദ്ധരിക്കാത്തത്. ഇന്ന് കർത്താവ് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, കർത്താവിനെ ആരാധിക്കാത്തവരെ കർത്താവിനെ അനുഗ്രഹിക്കാൻ പ്രയാസമാണ്. കർത്താവിൽ ആശ്രയിക്കാത്ത ഒരുവനെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രയാസമാണ്. അതാണ് പറഞ്ഞത്. അതായത് കർത്താവ് തയ്യാറാണെങ്കിലും അവ സ്വീകരിക്കാൻ ആത്മാക്കൾ പലപ്പോഴും വിമുഖരാണെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്ന് പറഞ്ഞാൽ ഒരാൾ പോലെ എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കുന്നു പറഞ്ഞു. എന്നിട്ട് പറയാണ്, അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരിയുകയില്ല. 18ാമത്തെ വാക്യം, ഞങ്ങൾക്ക് ജീവൻ നൽകണമേ, ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അല്ലെ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നിട്ട് കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലെ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഇപ്പോൾ അവർ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. അപ്പൊ നമ്മളെന്താണ്, ഈ നാമം വിളിച്ചപേക്ഷിക്കാതെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകും. വിഷമം തോന്നരുതല്ലോ, ഈ പിതൃത്വത്തെ തള്ളി പറഞ്ഞു പറഞ്ഞാൽ ദൈവമായ കർത്താവിനെ തള്ളി പറഞ്ഞ് മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നത്. നമ്മളെന്തെങ്കിലും ശുശ്രൂഷ കഴിഞ്ഞ് പോരുമ്പോൾ വിഷമം തോന്നിയായിരുന്നു. വിഷമമുള്ളത് ഒരുപാട് ആളുകൾ പ്രശ്നം വരുമ്പോൾ പോണുണ്ടെന്നറിയാം. പിതൃത്വത്തെ ദൈവമായ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് മറ്റു ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നത്. അതാണ് ഭയങ്കര വേദനയുള്ള കാര്യം. അതുകൊണ്ടാണ് ഈ പുനരുദ്ധാരണം നടക്കാത്തത്.
രക്ഷപ്പെടാത്തത്, രക്ഷ നേടാൻ പറ്റാത്ത എവിടെയെന്ന് വെച്ചാൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ മാറിയിട്ട് അവർ മറ്റു എന്ന് പറഞ്ഞാൽ പിശാചികളെ ആരാധിക്കാൻ വേണ്ടി പോകും. ഹല്ലേലൂയ. ആ വാക്ക് തന്നെയാണ് അതിന് ഏറ്റവും ഉചിതമായ വാക്ക്. ദൈവത്തെ ആരാധിക്കുന്നതിൽ മാറിയിട്ട് അവർക്ക് താൽക്കാലികമായി പെട്ടെന്ന് കാര്യം ലഭിക്കുന്ന പൈശാചിക ആരാധനയുടെ പിന്നാലെ ദൈവത്തെ നിഷ്കരണം തള്ളി പറഞ്ഞു പോവുകയാണ്. അതായത് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാതെ ദൈവത്തെ നിഷ്കരണം തള്ളി പറഞ്ഞു പോകുന്ന ഈ ഒരു അവസ്ഥയെ ഈശോ ഭയങ്കര വേദനയോടെ കാണുകയാണ്. എന്നാൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. 19ാമത്തെ വാക്യമാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. എങ്ങനെയാണ്? ഒരുമിച്ച് പറഞ്ഞേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണം. എല്ലാവരും ഏറ്റു പറഞ്ഞേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണം. എന്നിട്ട് പറയാണ്, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സങ്കീർത്തനം 80ാം സങ്കീർത്തനം ആരംഭിക്കുന്നതും 80ാം സങ്കീർത്തനം അവസാനിക്കുന്നതും ഈ പ്രാർത്ഥനയോടെ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങളെ പുനരുദ്ധരിക്കണം, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. എന്നിട്ട് വിശുദ്ധ ഫൗസ്റ്റീൻ ഡയറി പറയാണ്, അവർക്ക് എല്ലാത്തിനും സമയമുണ്ട്, എന്നാൽ കൃപകൾക്കായി എന്റെ അടുക്കൽ, എന്റെ ദിവ്യ സക്രാരിയുടെ പക്കൽ വരാൻ അവർക്ക് എന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന രക്തവും വെള്ളവും സ്വീകരിക്കാൻ മാത്രം അവർക്ക് സമയമില്ല. അല്ലെ? നമ്മൾ ചികിത്സകൾക്കായിട്ട് ഒരുപാട് സ്ഥലത്ത് പോകും, അല്ലേ? എന്തോ ശുശ്രൂഷിക്കാനാണ്. ഞാൻ പറയാം, അതൊന്നും മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടെയാണ്? നിങ്ങൾ പറഞ്ഞേ, എവിടെയാണ്? പരിശുദ്ധ കുർബാനയിൽ കർത്താവിനെ ആരാധിക്കുന്നത്. അതാണ് എനിക്ക് പലപ്പോഴും അവരെ അനുഗ്രഹിക്കാൻ തയ്യാറുണ്ട്, പക്ഷേ ആത്മാക്കൾ ഇത് സ്വീകരിക്കാൻ അവർക്ക് തയ്യാറാകുന്നത് അവർ പലപ്പോഴും വിമുഖർ. എന്നിട്ട് പറയണം, അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് തിരിയുന്നു, നിങ്ങളിലേക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിലേക്ക്. എന്റെ ഹൃദയം മനസ്സിലാക്കാൻ നിങ്ങൾക്കും കഴിയാതെ വരുമോ? ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് ചോദിക്കുക, എന്റെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളുണ്ടല്ലോ, നിങ്ങൾക്കും ഇത് കഴിയാതെ വരുമോ? എന്റെ സ്നേഹത്തിന് മുമ്പിൽ പൂർണ്ണമായ സമർപ്പണം കാണാത്തതിൽ ഇവിടെയും എന്റെ ഹൃദയം നിരാശപ്പെട്ടു പോകും. എന്നാലും കർത്താവ് പറയണത്, നീ കർത്താവിനെ ആരാധിക്കണമെങ്കിൽ അത് പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം. ഈ സമർപ്പണം കാണാത്തത് കൊണ്ട് കർത്താവ് നിരാശപ്പെട്ടു പോകും. കർത്താവ് അനുഗ്രഹിക്കാൻ റെഡിയാ, അല്ലെ? നമ്മൾ ഒരു അപേക്ഷ വെച്ചാൽ, എന്തെങ്കിലും കാര്യത്തിൽ പെറ്റീഷൻ വെച്ചാൽ അതിന്റെ പറയേണ്ട എല്ലാ ഡോക്യുമെന്റും, വിദേശത്തേക്ക് പോകണം, ഇസ്രായേലിന് പോകണം, ജോലിക്ക് പോകണം, അല്ലെ? അവര് പറയുന്ന എല്ലാ ഡോക്യുമെന്റും ഹാജരാക്കണം. യെസ് ഓർ നോ? വേണോ? അല്ലെ? അവർ പറയണ അതെനിക്ക് സാരില്ല, എനിക്ക് അതുകൊണ്ട് അവർ പറഞ്ഞൊരു ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഒരു വിസ പ്രോസസ്സിങ്ങിന് അവർ പറഞ്ഞിരിക്കുന്ന കുറെ ഡോക്യുമെന്റ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊരു യൂറോപ്പ് യാത്ര പോയപ്പോ തന്നെ മനസ്സിലായി, അല്ലെ? ഒരു ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം, അവിടെ വിദേശ യാത്രയാണ്. അതിനു വേണ്ടി അവർ പറഞ്ഞിരിക്കുന്ന കുറെ ഡോക്യുമെന്റേഷൻ ഉണ്ട്, അത് മുഴുവൻ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഈ സമർപ്പണം നടത്താതെ നമ്മൾ അതിന് റെഡിയാണ്. പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ പക്കൽ ഇങ്ങനെ ആരാധിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്? താൽക്കാലികമായ ഒരു കാര്യം കിട്ടും, പക്ഷെ എന്നിട്ട് വീണ്ടും നമ്മൾ തകർന്നു പോകും. എന്നിട്ട് പറയാണ്, എന്റെ ഹൃദയം നിരാശപ്പെടുന്നു. എത്രമാത്രം മുൻകരുതലുകളും സംശയങ്ങളും സന്ദേഹങ്ങളും. നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആത്മാക്കളും ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൗസ്റ്റീനോട് പറയുകയാണ്, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആത്മാക്കളും ഈ ലോകത്തിലുണ്ട്. നല്ല ധ്യാനം കഴിഞ്ഞ് പോരാൻ നേരത്ത് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരപ്പനും അമ്മയും ഒരു 4 മക്കളും അവരുടെ വല്യമ്മച്ചിങ്ങളും കൂടി ഇവിടെ കാണാൻ നിന്നു. ഈ ധ്യാനം നടന്ന ദിവസം മുഴുവൻ വെള്ള വസ്ത്രം ധരിച്ച് ഈ 4 പെൺകുട്ടികളും അവരുടെ ആങ്ങളെ ചടങ്ങിന് ഒരു 5 കുട്ടികൾ അവർ ഫ്രണ്ടിലുണ്ട്. ധ്യാനം നടത്തുന്ന ദിവസം മുഴുവൻ ഇവർ ഫ്രണ്ടിലുണ്ട്. പല പിള്ളേരും വന്നിട്ടില്ല, പലരും വന്നിട്ടില്ല, പക്ഷെ ഇവർ ഏറ്റവും ഫ്രണ്ടിലുണ്ട്. ഇവരുടെ അപ്പൻ എന്ന് പറയുന്ന ആള് ഫസ്റ്റ് ഡോറിന്റെ സൈഡിലത്തെ കസേരയിൽ അതായിരിക്കുന്നുണ്ട്. ഈ അമ്മ ഇടതുവശത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനായിട്ട് ശുശ്രൂഷയ്ക്ക് കയറി കഴിയും. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ എന്ത് പറഞ്ഞാലും അവർ അന്നേരം അതിന് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അന്നേരം ഹല്ലേലൂയ എന്ന് വിളിക്കും. അച്ഛൻ കുഞ്ഞുങ്ങളെ ഇന്ന് ബ്ലസ് ചെയ്യണം. എല്ലാവരും പോയി കഴിഞ്ഞു. ഞങ്ങൾ 10-11 മണിയായപ്പോഴത്തേനും എല്ലാവരും പോയി. വികാരിച്ചനോടെ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കിയിരിക്കുന്നു. എന്നോട് ചെല്ലാൻ പറയുന്നു. ബാക്കി നമ്മുടെ കൂടുതലുള്ള ബ്രദേഴ്സ് എല്ലാം അങ്ങനെ ലേറ്റ് ആയെന്ന് പറയാം. പക്ഷേ വാച്ച് നമുക്ക് പോകണ്ടേ, നമുക്ക് ഇടുക്കിക്ക് പോകണ്ടേ എന്ന് പറഞ്ഞ് 10-10:45 ഇങ്ങനെ കുറേ ആൾക്കാരോട് നിൽക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം, ഭയങ്കര കൃപ, ഗ്രേസ് ഫീൽ ചെയ്യും.
അപ്പം ഇവർ പറയണം, ഒരു ദിവസം പോലും അച്ഛാ ഞങ്ങൾ ഈ കുടുംബം പരിശുദ്ധ കുർബാന മുടക്കിയത്. ഹല്ലേലൂയ. വെള്ള ഉടുപ്പ് ധരിപ്പിച്ച് ഈ കുഞ്ഞുങ്ങൾ എന്നും ഫ്രണ്ടിൽ വന്നിരിക്കുന്നു, ഏറ്റവും ഫ്രണ്ടിലത്തെ കസേര ധ്യാനിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ഈശോ പറഞ്ഞത്. അതായത് നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു കാര്യം പറഞ്ഞത്, എന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ആത്മാക്കളും ഈ ലോകത്തിലുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ അവരുടെ ഹൃദയത്തിൽ ആനന്ദത്തോടെ വസിക്കുന്നു. ഭയങ്കര സന്തോഷം. അവരുടെ ഒരു സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരു വചന പ്രഘോഷണത്തിന് പോകുന്ന ഒരു വൈദികനും ശുശ്രൂഷകനും കിട്ടുന്ന ഒരു ആനന്ദം എന്നറിയോ? അവരെ കാണുമ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുന്ന ആനന്ദം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ന്യായപ്രമാണ ഗ്രന്ഥങ്ങളും നിരന്തരം പാലിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതാണ് പലപ്പോഴും പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഇടവകയില്, ഞാൻ മലയാളന്മാരുടെ ഇടവ പറയട്ടെ, ഇപ്പൊ ഇവിടെ നിന്ന് പറയട്ടെ, അവിടെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന, അവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആ കുടുംബങ്ങളെ നോക്കുമ്പോൾ ഭയങ്കര ആനന്ദം അവിടുത്തെ പള്ളിയിലിരിക്കുന്ന വൈദികർക്ക്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവരെ നോക്കുമ്പോൾ, ആ കുടുംബങ്ങളെ നോക്കുമ്പോൾ ഭയങ്കര ആനന്ദം. അത് പള്ളിയോട്, സഭയോട്, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ അത് കർത്താവിന് ആനന്ദമുണ്ടെന്ന്. കർത്താവിന് ഒരു പക്ഷപാതമല്ല. കർത്താവ് പറയണത്, എന്നെ ആശ്വസിപ്പിക്കുന്ന ഈ ബലിപീഠത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരെ കാണുമ്പോൾ, ഈ കുർബാനയിൽ എന്നും വരുന്ന ആളുകളെ കാണുമ്പോൾ, ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് അതൊരു ആനന്ദമാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാണ്, പക്ഷേ അവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ, ഒരു അവശിഷ്ട ഗണം. കർത്താവിന്റെ തീഷ്ണത നിറവേറ്റുന്ന, കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിനെ ആശ്വസിപ്പിക്കുന്ന കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. അത് കർത്താവിന് സന്തോഷമുള്ള കാര്യമാണ്. ഇത് വൈദികരെ എടുത്തു നോക്കിയാൽ, സമർപ്പിതരെ എടുത്തു നോക്കിയാൽ, കുടുംബജീവിതങ്ങളെ എടുത്തു നോക്കിയാൽ, കുട്ടികളെ എടുത്തു നോക്കിയാൽ, യുവജനങ്ങളെ എടുത്തു നോക്കിയാൽ, കർത്താവിനെ ആശ്വസിപ്പിക്കുന്ന കുറച്ചു പേർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് അവരെ പുനരുദ്ധരിക്കാൻ റെഡിയാണ്. കർത്താവ് ഇവരെ രക്ഷിക്കാൻ തയ്യാറാണ്. ദൈവം ഈ കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട് ദൈവം തയ്യാറാണ്. പക്ഷെ ഈ പൂർണ്ണ സമർപ്പണം നടത്തുന്ന ദിവ്യ സക്രാരിയിൽ കർത്താവിനെ ആരാധിക്കുന്നവർ അവരെന്താണ്? താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. അത് 58-ാം സങ്കീർത്തനം നമ്മൾ പറഞ്ഞതേക്ക്. അവരെന്താണ്? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും, അതായത് എന്താണ്? വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുന്ന, മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും ദൂരെ അകറ്റുന്നവൻ, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുന്നതിനും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിലേക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ ആയിരിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഇറങ്ങും. ആ വരികളാണ് ഈ പാട്ടായിട്ട് മാറിയത്. ഹല്ലേലൂയ. എപ്പോഴാ? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടുമ്പോൾ, നുകത്തിന്റെ കയറുകൾ അഴിക്കുമ്പോൾ, മർദ്ദിതരെ സ്വതന്ത്രരാക്കുമ്പോൾ, എല്ലാ നുകങ്ങളും ഒടിക്കുന്ന ഉപവാസമാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഉപവാസം. നമ്മുടെ അശുദ്ധി മാറ്റി, അതായത് കലഹിക്കുന്നതിൽ നിന്നും ശണ്ട കൂടുന്നതിൽ നിന്നും ക്രൂരമായി ഇടിക്കുന്നതിനും മാത്രമാണ്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കില്ല. ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടികൾ ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള്, നമ്മൾ ഈ നോമ്പെടുക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി. കൊച്ചിലേക്ക് ജോലി കിട്ടണം, അല്ലെ? നമ്മുടെ സ്വഭാവം മാറ്റാൻ നമ്മൾ തയ്യാറല്ല, എളിമപ്പെടാൻ നമ്മൾ തയ്യാറല്ല, അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല, നീതി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. അവർ എന്നോട് നീതിവിധികളായാലും ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുന്നു. ഞങ്ങൾ എന്തിനു ഉപവസിച്ചു? ഇവിടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കർത്താവ് പറയാണ്. അങ്ങനെ നീ എന്താണ്? വിശക്കുന്നവരുമായി ഉദാഹരണം ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തിയിലും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ നീ ആകും. നിന്റെ പുരാതന നാശനഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുകൾ നീക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയൊക്കെ. നമ്മൾ ഭക്ഷണപദാർത്ഥങ്ങൾ വെടിയുന്നതും, നമ്മൾ എഴുകുമേൽ മല കയറുന്നതും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നതൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആരാധനയായി മാറണം. കർത്താവിനെ ആനന്ദിപ്പിക്കുന്ന ആരാധന, കർത്താവിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന ആരാധന. അപ്പോൾ അതാണ് കർത്താവിന്റെ മുഖം തേടുന്ന ആരാധന. കർത്താവിന്റെ പരിശുദ്ധമായ സക്രാരിയുടെ മുമ്പിൽ പോയി ആരാധിക്കുന്ന അതൊരു ധ്യാന കേന്ദ്രത്തെ ബേസ് ചെയ്തോ, ഒരു ധ്യാന ഗുരുവിനെ ബേസ് ചെയ്തോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ബേസ് ചെയ്തുള്ള ആരാധന അല്ലത്. എവിടെയാണ് പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന ഒരു ആധ്യാത്മികത. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് 367 പറയാണ്, അങ്ങനെ എൻ്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ആത്മാക്കൾ മഠങ്ങളിലുണ്ട്. എന്നോട് സ്വർഗീയ സാരൂപ്യമുള്ളവരായിട്ട് സ്വർഗീയ പിതാവ് പ്രത്യേക വാത്സല്യത്തോടെ അവരെ നോക്കിക്കാണുന്നു. മാലാഖമാർക്കും മനുഷ്യർക്കും അവർ ഒരു വിസ്മയമാണ്. ഹല്ലേലൂയ. ഏതാണ്? ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവർ ആർക്ക്? മാലാഖമാർക്കും മനുഷ്യർക്കും ഒരു വിസ്മയം. ഞാൻ പറഞ്ഞില്ലേ, ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഒറ്റ കാര്യം കർത്താവ് നമ്മൾ പറഞ്ഞത്, അവരെല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ വരുന്ന കുഞ്ഞുങ്ങളാണ്. ആ കാരക്കുന്ന് ഇടവകയിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ഇടവകയാണ്. വികാരിച്ചൻ എന്നെ വീണ്ടും അച്ഛൻ കുറേ സമയമായല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നപ്പോഴും ഒരു സംഗീതത്തിൽ എന്നോട് വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ അന്നേരം അച്ഛൻ പറയണം, അച്ഛാ അവരിന്ന് പ്രത്യേക ആശീർവദിച്ചേക്കണം കേട്ടോ, വെള്ളം വന്നല്ലച്ഛൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഇതൊരു പ്രത്യേക ബ്ലെസ്സിംഗ് ആണ്. നമ്മൾ കുർബാനയ്ക്ക് വരാൻ വേണ്ടിയില്ല, കാരണം ഇത് കർത്താവിനെ തേടാനും പുനരുദ്ധരിക്കപ്പെടാനുമുള്ള വഴിയായത്. എന്നിട്ട് കർത്താവ് പറയാണ്, മാലാഖമാർക്ക് മനുഷ്യർക്ക് അവരുടെ സംഖ്യ വളരെ ചെറുതാണ്. ഹല്ലേലൂയ. ഈ പൂർണ്ണ സമർപ്പണം. പലപ്പോഴും നമ്മുടെ ആരാധനയും ഉപവാസവും പ്രാർത്ഥനയും കുറ്റപ്പെടുത്തുമല്ല, കണ്ടുകിട്ടുന്നതിനോ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി മാത്രം കർത്താവിന്റെ വഴികൾ പോകുന്നു. പക്ഷേ നമ്മളെ തിരുത്താൻ, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ മാറ്റം വരുന്നില്ല. എളിമപ്പെടാനോ ക്ഷമിക്കാനോ സ്നേഹിക്കാനോ നമ്മൾ ആരാധന മാറ്റുന്നില്ല, അല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വിമുഖതനായി തീർന്നത്. എന്നിട്ട് പറയാണ്, പിതാവായ ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ അവർ ലോകത്തിന് വേണ്ടിയുള്ള പ്രതിരോധവും കരുണ ലഭിക്കാനുള്ള മാർഗമാണ്. ഈ ആത്മാക്കളുടെ സ്നേഹവും ത്യാഗവുമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിക്കുന്ന വ്യക്തികളുടെ സ്നേഹവും ത്യാഗവുമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. വിശുദ്ധർക്ക് ഇതാ തിരിച്ചറിവ് കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരാരും ആരാധിക്കപ്പെടും, അവർ തന്നെ പോയി ആരാധിക്കും. അവർ മുട്ടുമേൽ നിൽക്കും, വിറ്റിലെ നിൽക്കും, അവർ രാത്രിയിൽ കരങ്ങൾ വിരിച്ചു പിടിക്കും, അവർ ഉപവസിക്കും, അവർ പരിത്യാഗം ചെയ്യും. അങ്ങനെയുള്ളവരുടെ സംഖ്യ ചെറുതാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇത് ഈശോ ഫൗസ്റ്റിന ഡയറിയിൽ 367 പ്രാർത്ഥനാഭിൽ പറയാണ്, അങ്ങനെയുള്ള ആത്മാക്കളുടെ പ്രതിരോധവും അതാണ് അവരുടെ സ്നേഹവും ത്യാഗവുമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ആത്മാവിന്റെ, പ്രത്യേകിച്ച് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആത്മാവിന്റെ അവിശ്വസ്തതയും എന്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ അവിശ്വസ്തത എന്നെ വേദനിപ്പിക്കുന്നു. അവരുടെ അവിശ്വസ്തത എന്നെ വേദനിപ്പിക്കുന്നു. ഇപ്രകാരമുള്ള അവിശ്വസ്തതകൾ എന്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്ന കടാരകളാണ്. അത്ര വേദനയുള്ള വാക്കുകളാണ് കർത്താവ് പറഞ്ഞത്. അതായത് ഹൃദയ പരിവർത്തനം വരുത്താതെ, മനപരിവർത്തനം വരുത്താതെ, വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാതെ, ശത്രുതയിലും വെറുപ്പിലും വിദ്വേഷത്തിലും വലിയ കഠിനമായ വൈരാഗ്യത്തിലും ക്ഷമിക്കാൻ പറ്റാത്ത കർത്താവിനെ ആരാധിക്കാൻ വരുന്നവരുടെ അവിശ്വസ്തത കർത്താവിന്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്ന കഠാരകളാണ്. നമുക്ക് പ്രധാന സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ.